മുന്നണി മാറ്റത്തിന് തടയിടാൻ മുഖ്യമന്ത്രി ചർച്ച നടത്തിയെന്ന വാർത്തകൾ നിഷേധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. മണിക്കൂർ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം പാർട്ടിക്കില്ല എന്നും പാർട്ടി നിലപാട് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും റോഷി ആവർത്തിച്ചു. ചെയർമാനോട് പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ചർച്ചയല്ലല്ലോ. മുഖ്യമന്ത്രി മൈൻസ്റ്ററുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വേണം റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് അതിൽ വീണ്ടും ഒരു നിർണായകമായ നിലപാടുമായി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഈ മുന്നണി മാറ്റത്തിന് എതിരാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്ക് ആ വാക്കുകളെ കണ്ടറിയേണ്ടത്. അദ്ദേഹം പറയുന്നത് അടിക്കടി നിലപാട് മാറ്റുന്ന ഒരു പാർട്ടി അല്ല കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഒരു തീരുമാനമെടുത്ത് ഒരു നിലപാട് സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു മുന്നണിയിൽ. അപ്പോൾ സ്വാഭാവികമായും ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മാറ്റമൊന്നും ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി കൂടി വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ച് ചർച്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെ അപ്പാടെ അദ്ദേഹം നിഷേധിക്കുകയാണ്. അത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു വിളിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം, കോട്ടയത്ത് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അതിപ്രധാനമായ ചർച്ചകൾ ഇതിൽ സംബന്ധിച്ച് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പാർട്ടിയിൽ വിരുദ്ധ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്, അതിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് തീരുമാനം ഉണ്ടാകണമെങ്കിൽ അത് യോഗം ചേർന്ന് അത് അംഗീകരിക്കണം, അപ്പോഴാണ് തീരുമാനം ഉണ്ടാകുക. ആ തീരുമാനത്തിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുക. സ്വാഭാവികമായും മറിച്ചൊരു തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. എങ്കിൽ പോലും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ചർച്ചയായി വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ തന്നെ ആ വിഷയങ്ങൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം വ്യക്തമാക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സനീഷ്. ശരി, നന്ദി ആൽവിന വിവരങ്ങൾക്ക്. ഏതായാലും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളും മറ്റുമാണ് ഇന്നത്തെ ദിവസം.